നിഖില, വിളിപ്പേര് ബുള്ളറ്റ് ലേഡി, കണ്ണൂരിൽ നിന്ന് ബംഗളൂരുവിൽ വരെ സ്വന്തമായി ബുള്ളറ്റ് ഓടിച്ച് യാത്ര ചെയ്യുന്നതാണ് രീതി. തിരിച്ചു വരുമ്പോൾ മയക്കുമരുന്നുമായാണ് മടക്കം. ബുള്ളറ്റിലെത്തിയാണ് ആവശ്യക്കാർക്ക് ലഹരി മരുന്ന് കൈമാറുക. അങ്ങനെയാണ് കണ്ണൂർ കണ്ടങ്കാളി സ്വദേശിനി നിഖിലയ്ക്ക് ബുള്ളറ്റ് ലേഡി എന്ന വിളിപ്പേര് വീണത്. കഞ്ചാവ് വിറ്റായിരുന്നു തുടക്കം. 2023 കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ എക്സൈസ് സംഘത്തിൻ്റെ പിടിവീണു. ജയിൽ മോചിതയായതിന് പിന്നാലെ മയക്കുമരുന്ന് വിൽപ്പനയിൽ സജീവമായി. ഏറ്റവും ഒടുവിൽ മെത്തഫെറ്റമിനുമായാണ് ഈ ബുള്ളറ്റ് റാണി എക്സൈസിൻ്റെ വലയിലായത്. കണ്ടങ്കാളി മുല്ലക്കൊടിയാലെ സി നിഖിലയെയാണ് രാസലഹരിയായ മെത്താഫെറ്റനുമായി അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച ലഹരിമരുന്നാണ് രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് പിടികൂടിയത്. ബുള്ളറ്റിൽ പല സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിക്കുന്നതോടെയാണ് നിഖിലയ്ക്ക് ബുള്ളറ്റ് ലേഡി എന്ന പേര് ലഭിച്ചത്. ഈ യാത്രയിലൂടെ ലഭിച്ച സൗഹൃദങ്ങളാണ് ലഹരി വിൽപ്പനയ്ക്കായി ഉപയോഗപ്പെടുത്തിയിരുന്നത്. 2023 2 കിലോ കഞ്ചാവുമായി യുവതിയെ എക്സൈസ് അറസ്റ്റ് ചെയ്യുകയും ഇതിലെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷമാണ് വീണ്ടും ലഹരി വിൽപ്പനയിൽ സജീവമായതും. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ MDMAയുമായി യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു. കണ്ണൂർ ചിറക്കൽ സ്വദേശി ആകാശ് കുമാർ KP ആണ് 4.87 ഗ്രാം MDMAയുമായി പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് പ്രതി മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നത്. തലശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സുബിൻ രാജും സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. News 18 കണ്ണൂർ.